ഓക്കെ, നമുക്കപ്പോ ജസ്റ്റ് ഡിഫറൻസിയേഷന്റെ ഫോർമുലാസ് ഒക്കെ ഒന്ന് റിവൈസ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഡി ബൈ ഡി എക്സ് ഓഫ് ഒരു കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 0 ആണ് അല്ലെ? അതുപോലെ തന്നെ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വാല്യൂ 1 ആണ് വരിക. ഇനി ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? എൻ ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ്. ഈ ഫോർമുല നമുക്ക് ഭയങ്കര ആവശ്യമാണ്. അപ്പൊ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ എനിക്ക് കാണണം എന്ന് വിചാരിക്കുക. എന്താ അത് വരിക? എക്സ് റേസ് ടു എൻ ആണെങ്കിൽ എൻ ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് 1. ഇതാണെങ്കിൽ 2 ഇൻറ്റു എക്സ് റേസ് ടു 2 മൈനസ് 1. ദറ്റ് ഈസ് 2x. അപ്പൊ ഒരു ഡി ബൈ ഡി എക്സ് ഓഫ് 1 ബൈ എക്സ് ക്യൂബ് ആണ് എനിക്ക് കാണേണ്ടതെന്ന് വിചാരിക്കുക. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എന്താണ്? എക്സ് റേസ് ടു മൈനസ് 3 എന്ന് എടുത്തൂടെ? മുകളിലേക്ക് എഴുതുമ്പോൾ നെഗറ്റീവ് വരും ഈ 1 ബൈ എന്നുള്ള ഫോർമാറ്റ്സ്. ഓക്കെ, അപ്പൊ അതെന്തെന്ന് എഴുതാം എനിക്ക്? മൈനസ് 3 ഇൻറ്റു എക്സ് റേസ് ടു മൈനസ് 3 മൈനസ് 1. അതായത് മൈനസ് 3 ഇൻറ്റു എക്സ് റേസ് ടു മൈനസ് 4. ഓക്കെ, അപ്പൊ ഇത് ഇങ്ങനത്തെ എക്സ് റേസ് ടു എന്ത് പവർ വന്നാലും നമുക്ക് ഡെറിവേറ്റീവ് കാണാൻ ഈ ഫോർമുല യൂസ് ചെയ്താൽ മതി. ഇനി ഡി ബൈ ഡി എക്സ് ഓഫ് എൽ എൻ ഓഫ് എക്സ് അല്ലെങ്കിൽ ലോഗ് എക്സ് എന്നൊക്കെ പറയുന്നത് എന്താണ്? 1 ബൈ എക്സ് ആണ്. ഇനി ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റേസ് ടു എക്സ് എന്താണ്? ഇ റേസ് ടു എക്സ് തന്നെ. ഇനി ഡി ബൈ ഡി എക്സ് ഓഫ് എ റേസ് ടു എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? എ റേസ് ടു എക്സ് എൽ എൻ ഓഫ് എ എന്ന് വരും. ഇനി ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് നോക്കാം. ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് എന്താണ്? കോസ് എക്സ് ആണ്. ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് എക്സ് എന്താണ്? മൈനസ് സൈൻ എക്സ്. ഇനി ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ? സീക് സ്ക്വയർ എക്സ്. അതുപോലെ കൊസീക് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ? മൈനസ് കൊസീക് എക്സ് കോട്ട് എക്സ്. സീക് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ? സീക് എക്സ് ടാൻ എക്സ്. ഇനി കോട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ? മൈനസ് കൊസീക് സ്ക്വയർ എക്സ് അല്ലെ? ഇനി ഇൻവേഴ്സ് ഫംഗ്ഷന്റെ ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് വെച്ചാൽ 1 ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ. ഇനി ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് ഇൻവേഴ്സ് എക്സ് ആണെങ്കിലോ? കോസ് ഇൻവേഴ്സ് എക്സിന്റെ ജസ്റ്റ് ഒരു മൈനസ് അല്ലേ ഫ്രണ്ടിൽ വരുന്നുള്ളൂ? മൈനസ് 1 ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ. അതുപോലെ തന്നെ ഡി ബൈ ഡി എക്സ് ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ് എന്താണ്? 1 ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ. കോട്ട് ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവോ? ഒരു മൈനസ് ഫ്രണ്ടിൽ ഇടുക, മൈനസ് 1 ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ. ഇനി ഡി ബൈ ഡി എക്സ് ഓഫ് സീക്ക് ഇൻവേഴ്സ് എക്സ് എന്താണ്? 1 ബൈ എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1. കൊസീക്ക് ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? മൈനസിന്റെ വ്യത്യാസമല്ലേ ഉള്ളൂ? മൈനസ് 1 ബൈ എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1. ഇത് പഠിക്കാൻ കുറച്ചും കൂടി എളുപ്പമാണ്. ഓക്കെ, ഇനി ഇതും നമ്മൾ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. ഡി ബൈ ഡി എക്സ് ഓഫ് കെ ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കെ ഇൻറ്റു എഫ് ഡാഷ് ഓഫ് എക്സ്. നിങ്ങൾക്ക് അറിയാം ഇങ്ങനെ ഇപ്പൊ ഡി ബൈ ഡി എക്സ് ഓഫ് 3x ആണെന്ന് വിചാരിക്കുക. ഞാനെങ്കിൽ 3 കോൺസ്റ്റന്റ് ആണ്, അവിടെ നിർത്തി. പിന്നെ നിങ്ങൾ എന്താ ചെയ്യുക? ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് എന്നാണ് ചെയ്യുക. അതായത് 3 ഇൻറ്റു 1 വരും, ദാറ്റ് ഈസ് 3. അതാണ് ഈ പരിപാടി. ഓക്കെ, ഇനി പ്രൊഡക്റ്റ് റൂള് ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് ആണെങ്കിൽ എന്തെന്നാ വരിക? എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഡാഷ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ഇൻറ്റു എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് വരും അല്ലെ? നിങ്ങൾ യു വി റൂൾ ആയിട്ട് പഠിച്ചിട്ടുണ്ടാവും. ഡി ബൈ ഡി എക്സ് ഓഫ് യു വി is equal to യു ഇൻറ്റു വി ഡാഷ് പ്ലസ് വി ഇൻറ്റു യു ഡാഷ്. എക്സാമ്പിൾ ആയിട്ട് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ എന്നങ്ങനെയാന്ന് വിചാരിക്കുക. ഓക്കെ, അല്ലെങ്കിൽ വേണ്ട എക്സ്, ഇത് വേണ്ട, ഇത് കുറച്ച് ഈസി ആണല്ലോ. അല്ലെങ്കിൽ വേണ്ട, നമുക്ക് ലേറ്റർ ഓൺ നോക്കാം. ഓക്കെ, പ്രോബ്ലം ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചുതരാം. ഓക്കെ, ഇനി നെക്സ്റ്റ് കോഷ്യൻ റൂള്. കോഷ്യൻ റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? ജി ഓഫ് എക്സ് ഇൻറ്റു എഫ് ഡാഷ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഡാഷ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ജി ഓഫ് എക്സ് സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഡി ബൈ ഡി എക്സ് ഓഫ് യു ബൈ വി ആണെങ്കിൽ എന്തെന്ന് വരും? വി ഇൻറ്റു യു ഡാഷ് മൈനസ് യു ഇൻറ്റു വി ഡാഷ് ബൈ വി സ്ക്വയർ. ഈ യു വി ഫോർമാറ്റിലാണ് പഠിച്ചിട്ടില്ലെങ്കിൽ അങ്ങനെ ഓർത്തുവെച്ചാലും മതി. ഇതൊക്കെ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ച് കൂടി മനസ്സിലാവും. ഇനി ലിമിറ്റ് ഓഫ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ലിമിറ്റ് എക്സ് കോമ വൈ ടെൻസ് ടു എക്സ് നോട്ട് വൈ നോട്ട്
എഫ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു എൽ ആണ്. നമുക്കൊരു വാല്യൂ കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ ഇതിൽ എക്സിലും വൈക്കും ഒക്കെ നമ്മൾ പോയിന്റ്സ് കൊടുക്കുമ്പോൾ. എക്സാമ്പിൾ ആയിട്ട് ലിമിറ്റ് എക്സ് കോമ വൈ ടെൻസ് ടു 1,4 ആണെന്ന് വിചാരിക്കുക. നിങ്ങളുടെ ഫംഗ്ഷൻ എഫ് 5 എക്സ് ക്യൂബ് വൈ സ്ക്വയർ മൈനസ് 9 ആണെങ്കിൽ എന്താണ് ജസ്റ്റ് ആ വാല്യൂ കൊടുക്കുക. എക്സ് ഉള്ളവർക്കൊക്കെ 1 5 ഇൻറ്റു 1 ക്യൂബ് ഇൻറ്റു 4 സ്ക്വയർ മൈനസ് 9 ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് 71 അങ്ങനെ ജസ്റ്റ് വാല്യൂ കൊടുത്തു നോക്കുക. ഇനി കണ്ടിന്യൂറ്റി എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈസ് സെഡ് ടു ബി കണ്ടിന്യൂസ് അറ്റ് എക്സ് നോട്ട് വൈ നോട്ട് ഇഫ് എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് ഈസ് ഡിഫൈൻഡ് ആൻഡ് ഇഫ് ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു എക്സ് നോട്ട് വൈ നോട്ട് എഫ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട്. അതായത് എല്ലാ പോയിന്റ് ഏത് പോയിന്റിലാണോ നമ്മൾ കണ്ടിന്യൂസ് ആണെന്ന് പറയുന്നത് ആ പോയിന്റിൽ എന്തുണ്ടാവണം, ആ ഫംഗ്ഷന് വാല്യൂ ഉണ്ടാവണം, അത്രേ ഉള്ളൂ. അപ്പൊ ഈ നോർമലി പോളിനോമിയൽ ഫംഗ്ഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കണ്ടിന്യൂസ് ആയിരിക്കും എല്ലായിടത്തും. അപ്പൊ ഈ എഫ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു 3x സ്ക്വയർ ഇൻറ്റു വൈ റേസ് ടു 5 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ട് പോളിനോമിയൽ ഫംഗ്ഷൻസിന്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. അതുകൊണ്ട് തന്നെ അതും ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്. അതുകൊണ്ട് ഈ ഫംഗ്ഷൻ എന്തായിരിക്കും, കണ്ടിന്യൂസ് എവ്രിവെയർ ആയിരിക്കും. എഫ് ഓഫ് എക്സ് വൈ ഈസ് continuous every point in xy plane. y പ്ലെയിനിലെ എല്ലാ പോയിന്റിലും ഇത് കണ്ടിന്യൂസ് ആയിരിക്കും. പക്ഷെ ഇതില് എക്സ് വൈ ബൈ 1 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആണ്. ഈ ഒരു ടേം 0 ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താവും, എക്സ് വൈ ബൈ 0 എന്ന് വെച്ചാൽ ഇൻഫിനിറ്റിയാ. അപ്പൊ ആ സമയത്ത് എന്താണ്, ഡിഫൈൻഡ് അല്ല. അപ്പൊ ഇതെന്താണ്, ആ ഒരു പോയിന്റിൽ ഇത് കണ്ടിന്യൂസ് ആവില്ല. of xy is continuous everywhere except 1 minus x square minus y square equal to 0. അല്ലെങ്കിൽ ഇതിനെ എന്തെന്ന് എഴുതാം, അങ്ങനെ എനിക്ക് ഒരു സർക്കിളിന്റെ ഫോർമാറ്റ് അല്ല ഇത് ശരിക്കും. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1. ഈ പോയിന്റില് ഇതെല്ലാം ഇതിങ്ങനെ എഴുതാന്നുള്ളൂ കേട്ടോ, ഓർമ്മല്ല, ഏതെങ്കിലും ഒരു ഫോർമാറ്റിൽ എഴുതും. ഓക്കെ, ഇനി പാർഷ്യൽ ഡെറിവേറ്റീവിന്റെ ഇക്വേഷൻ അത്ര ഇമ്പോർട്ടന്റ് ഒന്നല്ല, ജസ്റ്റ് നമ്മൾ എഴുതിയത് മാത്രം. ഇനി ഒരു ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 3x പ്ലസ് 2y വിത്ത് റെസ്പെക്ട് ടു എക്സ് അറ്റ് ദ പോയിന്റ് 25 വിത്ത് y ഹെൽഡ് ഫിക്സ്ഡ്. ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ എന്ത് ചെയ്യാം, ഇപ്പൊ റേറ്റ് ഓഫ് ചേഞ്ചിൽ ചോദിച്ച പോലെ തന്നെ നിങ്ങൾക്ക് സ്ലോപ്പിലും ചോദിക്കാം. ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് ദ സർഫസ് z is equal to root of 3x plus 2y in the x direction. x direction എന്ന് വെച്ചാൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു x എന്നാണ്. അറ്റ് ദ പോയിന്റ് 25 സെയിം ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ എനിക്കിപ്പോ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പൊ z is equal to ഫംഗ്ഷൻ ഓഫ് x, y ആണ്. ദാറ്റ് is equal to root of 3x plus 2y ആണ്. ഓക്കെ, ഡെറിവേറ്റീവ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എക്സ് ആണ് രണ്ടും, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്, അതുപോലെ സ്ലോപ്പ് ഓഫ് ദ സർഫസ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ എന്താണ്, ഡോ സെഡ് ബൈ ഡോ എക്സ് ആണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. ഇനി ഈ ടേം ഒന്ന് നോക്കിയേ, ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് റേസ് ടു, ഇതെന്താ റൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് ഇതിനെ എനിക്ക് 3x പ്ലസ് 2y ഓൾ റേസ് ടു 1/2 എന്ന് എഴുതാം. റൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ റേസ് ടു 1/2 ആണ്. അങ്ങനെയാണെങ്കിൽ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു 1/2 ആണെങ്കിൽ എന്തെന്നാ വരിക, 1/2 ഇൻറ്റു എക്സ് റേസ് ടു 1/2 മൈനസ് 1 എന്നാണ് വരിക. ദാറ്റ് ഈസ് 1/2 ഇൻറ്റു എക്സ് റേസ് ടു മൈനസ് 1/2 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എന്തെന്ന് കിട്ടി, 1/2 ഇൻറ്റു ഈ ടേം റേസ് ടു, അതായത് ഇവിടെ 3x പ്ലസ് 2y ആ, മറ്റോടത്ത് നമുക്ക് എക്സ് ഉണ്ടായിരുന്നുള്ളൂ, റേസ് ടു മൈനസ് 1/2. ജസ്റ്റ് എക്സ് ആണെങ്കിൽ മാത്രമേ ഇങ്ങനെ എഴുതാൻ പറ്റുള്ളൂ. ഇവിടെ വേറൊരു ഫംഗ്ഷൻ ആണെങ്കിൽ അതിന്റെ ഡെറിവേറ്റീവും കൂടിയും ചെയ്യണം. ദാറ്റ് ഈസ് ഡി ബൈ ഡി എക്സ് ഓഫ് 3x പ്ലസ് 2y. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു 3x പ്ലസ് 2y ഓൾ റേസ് ടു മൈനസ് 1/2 ഇൻറ്റു ഇതിന്റെ ഡെറിവേറ്റീവ് എങ്ങനെയാണ്, 3 ഇൻറ്റു എക്സിന്റെ ഡെറിവേറ്റീവ് 1 പ്ലസ് 2 ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 0 അല്ലെ. അപ്പൊ എനിക്ക് എന്താ വരിക, 3/2 ഇൻറ്റു 3x പ്ലസ് 2y ഓൾ റേസ് ടു മൈനസ് 1/2 എന്നാണ് കിട്ടുന്നത് അല്ലെ. ഇതിലൊരു പോയിന്റ് തന്നിട്ടുണ്ട്, അതായത് ഡോ സെഡ് ബൈ ഡോ എക്സ്
അറ്റ് ദ പോയിന്റ് 2,5 ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. അതായത് 3/2 ഇൻറ്റു 3 ഇൻറ്റു എക്സിന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കണം? 2 എന്ന് കൊടുക്കണം. വൈയുടെ സ്ഥാനത്ത് 5 കൊടുക്കണം. 2 ഇൻറ്റു 5 all raised to -1/2. That is 3/2 into 6 plus 10 raised to -1/2. നിങ്ങൾ നേരെ കാൽക്കുലേറ്ററിൽ ഈ ആൻസർ ചെയ്താൽ മതി അല്ലേ? 60ന്റെ റൂട്ട് 4 3/8 ആയിരിക്കും വരുന്നുണ്ടാവുക. 3/8 2 3/2 into 3 into 2 6 2 into 5. ഓക്കെ, നമുക്ക് വരുന്ന ആൻസർ that is equal to 3/8 തന്നെ. ഓക്കെ, ഇനി find the slope of the function f of xy is equal to x cos of xy plus y sin of xy at pi, 1 along x direction. അപ്പൊ x ഡയറക്ഷനിലുള്ള സ്ലോപ്പ് ആണ്. ദാറ്റ് ഈസ് ഡോ സെഡ് ബൈ ഡോ എക്സ് ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെ? ഇനി നമുക്ക് തന്നിട്ടുള്ള സെഡ് എന്താണ്? സെഡ് ഈസ് ഈക്വൽ ടു നമുക്ക് തന്നിട്ടുള്ളത് എക്സ് കോസ് ഓഫ് എക്സ് വൈ പ്ലസ് വൈ സൈൻ ഓഫ് എക്സ് വൈ എന്നാണ് തന്നിട്ടുള്ളത്. നമ്മുടെ ഡോ സെഡ് ബൈ ഡോ എക്സ് ഈക്വൽ ടു എന്തെന്ന് വരും? ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് കോസ് ഓഫ് എക്സ് വൈ പ്ലസ് വൈ സൈൻ ഓഫ് എക്സ് വൈ. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഡോ ബൈ ഡോ എക്സ് ഓഫ് ഇതെന്തെന്ന് വരും? എക്സ് ഇൻറ്റു കോസ് ഓഫ് എക്സ് വൈ പ്ലസ് വന്ന് എന്ത് ചെയ്യുക? സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക. ഡോ ബൈ ഡോ എക്സ് ഓഫ് വൈ ഇൻറ്റു സൈൻ ഓഫ് എക്സ് വൈ. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ നോക്കിയേ, ഈ ഫസ്റ്റത്തെ ടേമിൽ തന്നെ എക്സും ഉണ്ട് കോസ് ഓഫ് എക്സ് വൈ ഉണ്ട്. രണ്ട് ഫംഗ്ഷൻ എക്സിൽ വന്നു. അത് ഏതാണ്? നിങ്ങളുടെ പ്രൊഡക്റ്റ് റൂൾ ആണ്. ഓക്കെ, അപ്പൊ ഡി ബൈ ഡി എക്സ് ഓഫ് യു വി എന്തായിരുന്നു? നിങ്ങളുടെ യു ഇൻറ്റു വി ഡാഷ് പ്ലസ് വി ഇൻറ്റു യു ഡാഷ്. അതാണ് ചെയ്യേണ്ടത്. എന്താണ് ഫസ്റ്റ് ഫംഗ്ഷൻ? എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ. അപ്പൊ കോസ് ഓഫ് എക്സ് വൈയുടെ ഡെറിവേറ്റീവ്, കോസിന്റെ ഡെറിവേറ്റീവ് നിങ്ങൾക്ക് അറിയാം, മൈനസ് സൈൻ എക്സ് ആയിരുന്നു അല്ലെ? അപ്പൊ മൈനസ് സൈൻ ഓഫ് എക്സ് വൈ ഇവിടെ ഉണ്ടാവും. പിന്നെ ഞാൻ എന്ത് പറഞ്ഞു? ഈ എക്സ്ട്രാ ഉള്ള ടേമിന്റെ ഡെറിവേറ്റീവ് ചെയ്യണം. എക്സ് വൈ വിത്ത് റെസ്പെക്ട് ടു എക്സ് വെച്ചിട്ട് ഡെറിവേറ്റീവ് എടുക്കണം. ദാറ്റ് ഈസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് വൈ എന്ന് വരും. പ്ലസ് എന്ത് ചെയ്യണം? ഇതിപ്പോ എന്താണ് ചെയ്തത്? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ, എക്സിന്റെ ഡെറിവേറ്റീവ് ദാറ്റ് ഈസ് 1 പ്ലസ് രണ്ടാമത്തെ ടേമിൽ അതുപോലെ തന്നെ ചെയ്യണ്ടേ? y ഇൻറ്റു സൈൻ ഓഫ് എക്സ് വൈയുടെ ഡെറിവേറ്റീവ് എന്താ? കോസ് ഓഫ് എക്സ് വൈ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് വൈ അല്ലേ? പ്ലസ് എന്ത് ചെയ്യണം? സൈൻ ഓഫ് എക്സ് വൈ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് വൈ ദാറ്റ് ഈസ് എന്തെന്ന് വരും? 0 അല്ലേ? കാരണം നമ്മൾ എക്സ് വെച്ചിട്ടല്ല ഡെറിവേറ്റീവ് എടുക്കുന്നത്. അപ്പൊ വൈയുടെ ഡെറിവേറ്റീവ് എന്താണ്? 0 ആണ് വരിക. ഓക്കെ, നമുക്ക് ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ വരുന്നത് ഒരു മൈനസ് ഉണ്ട്, പുറത്ത് നിർത്താം. മൈനസ് എക്സ് സൈൻ ഓഫ് എക്സ് വൈ. ഇനി ഡെറിവേറ്റീവ് ഓഫ് എക്സ് വൈ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആയിരുന്നു. അപ്പൊ എക്സ് വൈനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? 1 ഇൻറ്റു വൈ എന്നാണ് വരിക അല്ലെ? ഇനി രണ്ടാമത്തെ ടേം എന്താണ്? പ്ലസ് കോസ് ഓഫ് എക്സ് വൈ പ്ലസ് മൂന്നാമത്തെ ടേം എന്താണ്? y ഇൻറ്റു കോസ് ഓഫ് എക്സ് വൈ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് വൈ. എന്താണ്?
ഡെറിവേറ്റീവ് ഓഫ് എക്സ് എന്താണ് 1 ആണ്. അപ്പൊ y അല്ലേ വരുന്നത്. എനിക്ക് എന്തെന്ന് വരും y ഇൻറ്റു y എന്ന് വെച്ച് കഴിഞ്ഞാല് y സ്ക്വയർ കോസ് ഓഫ് എക്സ് വൈ. പിന്നത്തെ ടേം 0 അല്ലേ, സൈൻ എക്സ് വൈ ഇൻറ്റു 0 എന്നാ വരുന്നത്. കാരണം എക്സിന്റെ ടേം ഉണ്ടായിരുന്നില്ല. ഡി ബൈ ഡി എക്സ് ഓഫ് വൈ എന്നാണ് വന്നത്, അത് 0 ആയിട്ട് പോയി. നമുക്ക് എന്ത് കിട്ടി? ഡെറിവേറ്റീവ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് പറഞ്ഞിട്ടുണ്ട്? അവര് ആ പോയിന്റ് തന്നിട്ടില്ലേ നമുക്ക്, ഏത് പോയിന്റ് ആണെന്നാ തന്നിട്ടുള്ളത്? ഓക്കെ, ഇപ്പൊ സെഡ് എന്ന് പറയുന്നത് നമ്മളിങ്ങനെ സെഡ് ഈസ് ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് എക്സ് വൈനെ എടുത്ത കാരണമാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഇനി എന്താണ്? പൈ കോമ 1-ലുള്ളതാണ്. അപ്പൊ ഡോ സെഡ് ബൈ ഡോ എക്സ് അറ്റ് പൈ കോമ 1. എക്സ് ഉള്ളോടത്തൊക്കെ പൈ എന്ന് കൊടുക്കുക, വൈ ഉള്ളോടത്തൊക്കെ 1 എന്ന് കൊടുക്കുക. അപ്പോ മൈനസ് പൈ സൈൻ ഓഫ് പൈ, കാരണം പൈ ഇൻറ്റു 1 എന്നാണ് വരിക, ഇൻറ്റു 1 പ്ലസ് കോസ് ഓഫ് പൈ പ്ലസ് കോസ് ഓഫ് പൈ. സൈൻ പൈയുടെ വാല്യൂ നിങ്ങൾക്ക് അറിയാം, 0 ആണ്. ഇനി കോസ് പൈ എന്ന് വെച്ചാൽ -1 ആണ്. -1 ദാറ്റ് ഈസ് ഈക്വൽ ടു -2 എന്ന് കിട്ടി. ഓക്കെ, ഇനി if z is equal to f of x square minus y square, show that y into dou z by dou x plus x into dou z by dou y equal to 0. നിങ്ങളുടെ z is equal to എന്താണ്? ഫംഗ്ഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഡോ സെഡ് ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇതല്ലേ, ഡോ ബൈ ഡോ എക്സ് ഓഫ് ഫംഗ്ഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്നാണ് വരിക. അങ്ങനെ ഈ ഫംഗ്ഷനെ നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ എഴുതിയ പോലെ എഫ് ഡാഷ് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഇൻറ്റു, ഞാൻ എന്ത് പറഞ്ഞു? ഈ ടേമിന്റെ ഡെറിവേറ്റീവ് കാണണം. ദാറ്റ് ഈസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ കാണണം. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തെന്ന് വരും? എഫ് ഡാഷ് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഇൻറ്റു ഇതിന്റെ ഡെറിവേറ്റീവ് എന്താ? 2x എന്ന് കിട്ടും. That is equal to 2x f dash of x square minus y square എന്ന് കിട്ടും. ഇവിടെ ഫംഗ്ഷൻ ആയി തന്നതുകൊണ്ട് നമുക്ക് എഫ് ഡാഷ് എന്നേ എഴുതാൻ പറ്റുള്ളൂ. ഇനി ഡോ സെഡ് ബൈ ഡോ വൈ ചെയ്യാം, വിച്ച് ഈസ് ഓൾസോ ഈക്വൽ ടു ഡോ ബൈ ഡോ വൈ ഓഫ് ഫംഗ്ഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്നാണ് വരുന്നത്. എന്തെന്നെ വരിക? എഫ് ഡാഷ് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഇൻറ്റു ഈ ഫംഗ്ഷനെ ഡെറിവേറ്റീവ് എടുക്കണ്ടേ? ദാറ്റ് ഈസ് ഡോ ബൈ ഡോ വൈ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? എഫ് ഡാഷ് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഇൻറ്റു ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ ആണ്. അപ്പൊ ഇതൊരു കോൺസ്റ്റന്റ് പോലെ, അപ്പൊ ഇത് എന്താവും? 0 ആവും. ഇനി മൈനസ് വൈ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താവുക? -2y. മൈനസ് ഉള്ളത് ഇത് എഴുതി, വൈ സ്ക്വയറിന്റെ 2y എഴുതി. That is equal to -2y function f dash of x square minus y square. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് y into dou z by dou x plus x into dou z by dou y equal to 0 എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ y into dou z by dou x എന്ന് പറയുന്നത് നമുക്ക് എന്തായിരുന്നു? 2x f dash of x square minus y square പ്ലസ് എക്സ് ഇൻറ്റു ഡോ സെഡ് ബൈ ഡോ വൈ എന്ന് പറയുന്നത് ഇതല്ലേ, -2y എഫ് ഡാഷ് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. ആദ്യത്തെ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതാണ്. 2xy എഫ് ഡാഷ് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. ഇതെന്താണ്? -2xy എഫ് ഡാഷ് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. സെയിം ടേംസ് അല്ലേ, കട്ട് ചെയ്ത് പോയില്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഇനി if w is equal to log of tan x plus tan y plus tan z, then prove that sin 2x into dou w by dou x plus sin 2y into dou w by dou y plus sin 2z into dou w by dou z is equal to 2 ആണ്. നമുക്ക് w is equal to എന്താണ്? log of tan x plus tan y plus tan z ആണ്.
അപ്പൊ ആദ്യം തന്നെ ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ലോഗിന്റെ ഡെറിവേറ്റീവ് എന്തായിരുന്നു? ലോഗ് എക്സിന്റെ 1/x അല്ലേ? അപ്പൊ ഇവിടെ എന്തായി? 1/xന്റെ പകരം നിങ്ങൾക്ക് ഈ ടേം ആണ് ടാൻ എക്സ് പ്ലസ് ടാൻ വൈ പ്ലസ് ടാൻ സെഡ് ആണ് വരുന്നത്. ഇനി ഞാൻ എന്ത് പറഞ്ഞിട്ടുണ്ട്? ഇതിന്റെ ഡെറിവേറ്റീവ് കാണണം. ഡോ ബൈ ഡോ എക്സ് ഓഫ് ടാൻ എക്സ് പ്ലസ് ടാൻ വൈ പ്ലസ് ടാൻ സെഡ് എന്നാണ് വരിക. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തെന്ന് വരും? 1 ടാൻ എക്സ് പ്ലസ് ടാൻ വൈ പ്ലസ് ടാൻ സെഡ് ആണ്. ഓക്കെ, ടാൻ വൈ അതുപോലെ ടാൻ സെഡ് വിത്ത് റെസ്പെക്ട് ടു എക്സ് വെച്ചിട്ട് ഡെറിവേറ്റീവ് ചെയ്യുമ്പോൾ എന്താണ്? 0 ആയിട്ട് പോവില്ലേ? അപ്പോ ഡി ബൈ ഡി എക്സ് ഓഫ് ടാൻ എക്സ് മാത്രമേ കാണുള്ളൂ. ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ് എന്തായിരുന്നു? സീക്ക് സ്ക്വയർ എക്സ് അല്ലേ? അപ്പൊ നമുക്കിത് ഈക്വൽ ടു എന്തെന്നാ കിട്ടുക? സീക്ക് സ്ക്വയർ എക്സ് ബൈ ടാൻ എക്സ് പ്ലസ് ടാൻ വൈ പ്ലസ് ടാൻ സെഡ് എന്നാണ് കിട്ടുക. ബാക്കി ഡോ ഡോ ഡബ്ല്യു ബൈ ഡോ വൈ എന്ന് വെച്ചാൽ ഇതേപോലെ തന്നെയല്ലേ? എന്തെന്ന് കിട്ടും? സീക്ക് സ്ക്വയർ വൈ ബൈ ടാൻ എക്സ് പ്ലസ് ടാൻ വൈ പ്ലസ് ടാൻ സെഡ് എന്ന് കിട്ടും. അതുപോലെ ഡോ ഡബ്ല്യു ബൈ ഡോ സെഡ് ആണെങ്കിലും ഇതേ തന്നെയല്ലേ കിട്ടുക? സീക്ക് സ്ക്വയർ ബൈ സെഡ് ഡിവൈഡഡ് ബൈ ടാൻ എക്സ് പ്ലസ് ടാൻ വൈ പ്ലസ് ടാൻ സെഡ്. നേരത്തെ ചെയ്ത അത് തന്നെ റിപ്പീറ്റ് ചെയ്താൽ മതി, ഞാനത് എഴുതണില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് പ്രൂവ് ചെയ്യാൻ എന്താ പറഞ്ഞിട്ടുള്ളത്? സൈൻ 2x ഇൻറ്റു ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് പ്ലസ് സൈൻ 2y ഇൻറ്റു ഡോ ഡബ്ല്യു ബൈ ഡോ വൈ പ്ലസ് സൈൻ 2z ഇൻറ്റു ഡോ ഡബ്ല്യു ബൈ ഡോ സെഡ് ഈക്വൽ ടു ഇത് 2 ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ എന്താ വരിക? സൈൻ 2x ഇൻറ്റു ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് എന്താ? സീക്ക് സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ ടാൻ എക്സ് പ്ലസ് ടാൻ വൈ പ്ലസ് ടാൻ സെഡ് ആണ് അല്ലേ? ഇനി പ്ലസ് അടുത്തതാണെങ്കിലോ? സൈൻ 2y ഇൻറ്റു സീക്ക് സ്ക്വയർ വൈ ഡിവൈഡഡ് ബൈ ടാൻ എക്സ് പ്ലസ് ടാൻ വൈ പ്ലസ് ടാൻ സെഡ് ആണ് പ്ലസ് സൈൻ 2z ഇൻറ്റു സീക്ക് സ്ക്വയർ സെഡ് ഡിവൈഡഡ് ബൈ ടാൻ എക്സ് പ്ലസ് ടാൻ വൈ പ്ലസ് ടാൻ സെഡ് ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ 2x എനിക്ക് എന്തെന്ന് എഴുതാം? 2 സൈൻ എക്സ് കോസ് എക്സ് എന്ന് എഴുതാം. ഇനി സീക്ക് സ്ക്വയർ എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? 1 കോസ് സ്ക്വയർ എക്സ് ആണ്. കാരണം എന്താ? സീക്ക് എക്സ് 1 കോസ് എക്സ് ആണ്. പ്ലസ് അടുത്ത സൈൻ 2y ഇതുപോലെ എഴുതി കൂടെ? 2 സൈൻ വൈ കോസ് വൈ ഇൻറ്റു 1 കോസ് സ്ക്വയർ വൈ പ്ലസ് സെഡിന്റെ ഭാഗം എഴുതി കൂടെ? 2 സൈൻ സെഡ് കോസ് സെഡ് ഇൻറ്റു 1 കോസ് സ്ക്വയർ സെഡ്. ഇനി എല്ലാത്തിന്റെയും ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ടൊക്കെ ഒരുമിച്ച് എഴുതാം. ദാറ്റ് ഈസ് ടാൻ എക്സ് പ്ലസ് ടാൻ വൈ പ്ലസ് ടാൻ സെഡ്. എല്ലാത്തിന്റെയും ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് ഒരുമിച്ച് എഴുതി. ഈ കോസ് എക്സ് കോസ് സ്ക്വയർ എക്സ് കട്ട് ചെയ്യാം. ഇവിടെ കോസ് വൈ കോസ് സ്ക്വയർ ഇത് പോവും, കോസ് സെഡും ഇതിലത്തെ സ്ക്വയറും പോയി. ഇനി മുകളിലെ ടേം ഒക്കെ ഒന്ന് നോക്കി നോക്കിയേ. എല്ലാത്തിനും 2 ഉണ്ട്, കോമൺ ആക്കി എടുത്തു. പിന്നെ എന്താ? സൈൻ എക്സ് ബൈ കോസ് എക്സ്, അതായത് എനിക്ക് എന്തെന്നാ വരുന്നത്? ടാൻ എക്സ് ആണ്. പിന്നെ സൈൻ വൈ ബൈ കോസ് വൈ, അതെന്താണ്? ടാൻ വൈ ആണ്. സൈൻ സെഡ് ബൈ കോസ് സെഡ്, അതെന്താണ്? ടാൻ സെഡ് ആണ്. ഡിവൈഡഡ് ബൈ താഴെ എന്താ ഉള്ളത്? ടാൻ എക്സ് പ്ലസ് ടാൻ വൈ പ്ലസ് ടാൻ സെഡ് തന്നെയല്ലേ ഉള്ളത്. അങ്ങോട്ട് കട്ട് ചെയ്ത് പോവില്ലേ? വാല്യൂ 2 അല്ലേ? അതല്ലേ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. ഓക്കെ, ഇനി ഇംപ്ലിസിറ്റ് പാർഷ്യൽ ഡിഫറൻസിയേഷൻ. ഇപ്പൊ തന്നതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു അല്ലെങ്കിൽ സെഡ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടാണ് തന്നത്. ഇംപ്ലിസിറ്റ് പാർഷ്യൽ ഡിഫറൻസിയേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഇക്വേഷൻ ഫോർമാറ്റിൽ തരും. ഒരു ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ സെഡ് ഇസ് ഈക്വൽ ടു സി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു
ഫോർമാറ്റിലാണ് തരിക. അങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ചാൽ ഡോ സെഡ് ബൈ ഡോ എക്സ് ഈക്വൽ ടു മൈനസ് ഡോ എഫ് ബൈ ഡോ എക്സ് ഡിവൈഡഡ് ബൈ ഡോ എഫ് ബൈ ഡോ സെഡ് ആണ് ചെയ്യുക. ഇനി ഡോ സെഡ് ബൈ ഡോ വൈ ആണെങ്കിലും മൈനസ് ഡോ എഫ് ബൈ ഡോ വൈ ഡിവൈഡഡ് ബൈ ഡോ എഫ് ബൈ ഡോ സെഡ് എന്നാണ് നമ്മൾ ചെയ്യുക. ഓക്കെ, അപ്പൊ ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് ദ സ്ഫിയർ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഈക്വൽ ടു 1. കണ്ട, ഇവിടെ സെഡ് ഈക്വൽ ടു തന്നിട്ടില്ലേ, ഈ ഒരു ഇക്വേഷന്റെ ഉള്ളിലാണ് നിങ്ങളുടെ സെഡ് എടുക്കുന്നത്. ഈക്വൽ ടു 1 in the y direction at the point 2/3 1/3 minus 2/3. അപ്പൊ എനിക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഡോ സെഡ് ബൈ ഡോ വൈ ആണ്, കാരണം y ഡയറക്ഷൻ ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഡോ സെഡ് ബൈ ഡോ വൈ. ഓക്കെ, അതിന്റെ ഇക്വേഷൻ എന്തായിരുന്നു നേരത്തെ എഴുതിയത്? മൈനസ് ഡോ എഫ് ബൈ ഡോ വൈ ഡിവൈഡഡ് ബൈ ഡോ എഫ് ബൈ ഡോ സെഡ് ആണ്. നിങ്ങളുടെ ഫംഗ്ഷൻ ആണ് എന്ത്? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ എന്ന് പറയുന്നത്. ഈ ഡോ എഫ് ബൈ ഡോ വൈ കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ്, അപ്പൊ ഇതിന്റെ ഡെറിവേറ്റീവ് എക്സ് സ്ക്വയറിനെ വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുമ്പോൾ 0, വൈ സ്ക്വയറിനെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്താവും? 2y, സെഡ് സ്ക്വയർ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 0. ഇനി ഡോ എഫ് ബൈ ഡോ സെഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 0, വൈ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 0, സെഡ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2z അല്ലെ? ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഡോ എഫ് ബൈ ഡോ വൈ എന്താണ്? 2y ഡിവൈഡഡ് ബൈ ഇതെന്താണ്? 2z ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എനിക്ക് എന്തെന്ന് കിട്ടി? മൈനസ് y ബൈ z എന്ന് കിട്ടി. അപ്പൊ എന്റെ ഡോ സെഡ് ബൈ ഡോ വൈ at the point 2/3, 1/3, minus 2/3 that is equal to y യുടെ വാല്യൂ എത്ര ഇതില്? 1/3 അല്ലേ? അപ്പൊ മൈനസ് 1/3 ഡിവൈഡഡ് ബൈ എന്തെന്ന് കിട്ടും? മൈനസ് 2/3. നമുക്കിത് കട്ട് ചെയ്യുമ്പോൾ എന്തെന്ന് കിട്ടും? ആൻസർ വിൽ ബി 1/2. ഓക്കെ, find dou z by dou x and dou z by dou y at 0, 0, 0 if x cube plus z square plus y e raised to xz plus z cos y equal to 0. അതായത് നിങ്ങളുടെ എഫ് ഓഫ് എക്സ് വൈ സെഡ് എന്ന് പറയുന്നത് എന്താണ് തന്നിട്ടുള്ളത്? എക്സ് ക്യൂബ് പ്ലസ് സെഡ് സ്ക്വയർ പ്ലസ് വൈ ഇ റേസ് ടു എക്സ് സെഡ് പ്ലസ് സെഡ് കോസ് വൈ എന്നാണ് തന്നിട്ടുള്ളത്. ഓക്കെ, പിന്നെ എനിക്ക് എന്ത് ചെയ്യണം? ഡോ സെഡ് ബൈ ഡോ എക്സും ഡോ സെഡ് ബൈ ഡോ വൈയും കണ്ടുപിടിക്കണം. ഡോ സെഡ് ബൈ ഡോ എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? മൈനസ് ഡോ എഫ് ബൈ ഡോ എക്സ് ഡിവൈഡഡ് ബൈ ഡോ എഫ് ബൈ ഡോ സെഡ് ആണ്. കാരണം ഇതെന്താ? സെഡ് ഉള്ളിലല്ലേ കിടക്കുന്നത്, നിങ്ങൾക്ക് സെഡ് ഈക്വൽ ടു അല്ല തന്നിട്ടുള്ളത്, ഇൻസൈഡ് സെഡ് തന്നിട്ടുള്ള കേസസ് ആണിത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. മനസ്സിലായ? ഡോ സെഡും ഡോ സെഡ് ബൈ ഡോ എക്സും ഡോ സെഡ് ബൈ ഡോ വൈയും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ട് സെഡ് ഇൻസൈഡ് തരുന്ന കേസസ് ആണ് ഇത്. അപ്പൊ നിങ്ങളുടെ എഫ് ആണ് ഇത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഡോ എഫ് ബൈ ഡോ എക്സ് ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് വെച്ചിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പൊ ആദ്യം എക്സ് ക്യൂബിന്റെ 3x² ആണ്, സെഡ് സ്ക്വയർ എന്തായി? 0 ആയിട്ട് പോയി. പക്ഷെ ഇവിടെ y ഇൻറ്റു ഇ റേസ് ടു എക്സ് സെഡ് ഉണ്ട്, ഇവിടെ എക്സ് ഉണ്ട്. ഇതിന്റെ ഡെറിവേറ്റീവ് എന്താ? ഇ റേസ് ടു എക്സ് സെഡ് ഇൻറ്റു എക്സ് സെഡിന്റെ ഡെറിവേറ്റീവ് കാണണം. അപ്പൊ എന്തെന്നാ വരിക? എക്സ് സെഡിന്റെ ഡെറിവേറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെഡ് എന്ന് കിട്ടും. പിന്നെ ഇല്ലല്ലോ, അപ്പൊ നമുക്ക് എന്തെന്ന് കിട്ടി? ഡോ എഫ് ബൈ ഡോ എക്സ് കിട്ടി. ഇനി ഡോ എഫ് ബൈ ഡോ സെഡ് വേണം. റെസ്പെക്ട് ടു സെഡ് ചെയ്യുമ്പോൾ സെഡ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2z. പിന്നെ പിന്നത്തെ ടേമിലും ഇല്ലേ? അപ്പൊ y ഇൻറ്റു ഇ റേസ് ടു എക്സ് സെഡ്, എക്സ് സെഡിനെ വിത്ത് റെസ്പെക്ട് ടു സെഡ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എക്സ് പ്ലസ് സെഡ് കോസ് വൈയുടെ ഡെറിവേറ്റീവ് എടുത്താൽ കോസ് വൈ. ഇനി ഡോ എഫ് ബൈ ഡോ വൈ ദാറ്റ് ഈസ് ഈക്വൽ ടു y വരുന്നത് ഏതാ? ഇ റേസ് ടു സെഡ്, ഇ റേസ് ടു എക്സ് സെഡിന്റെ കൂടെയുള്ള ടേമിലല്ലേ? അപ്പൊ അത് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഇ റേസ് ടു എക്സ് സെഡ് പ്ലസ് സെഡ് ഇൻറ്റു കോസ് വൈയുടെ ഡെറിവേറ്റീവ് എന്താ? മൈനസ് സൈൻ വൈ, മൈനസ് സൈൻ വൈ. ഓക്കെ, അവിടെ എഴുതാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാ. മൈനസ് സൈൻ ദാറ്റ് ഈസ് ഈക്വൽ ടു, നമുക്ക് എല്ലാം കിട്ടിയിട്ടുണ്ട്, ഇതിവിടെ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യല്ലേ വേണ്ടോ?
minus of 3x square plus zy e raised to xz divided by 2z plus xy e raised to xz plus cos y. ഓക്കെ, ഇതിൽ വാല്യൂ കൊടുത്താൽ പോരെ. ഡോ സെഡ് ബൈ ഡോ എക്സ് അറ്റ് 0 0 0 0 കൊടുത്തൊക്കെ മൈനസ് 3 ഇൻറ്റു 0, അതായത് 0 ആയി പോവും. പിന്നെ 0 ഇൻറ്റു 0 ഇൻറ്റു 0, ഒരു 0 കൂടി ഉണ്ട് അവിടെ. ഇത് 0 ഡിവൈഡഡ് ബൈ താഴെ cos 0 വരും, അതായത് 1 ആണ്. പക്ഷെ 0/1 എന്ന് വെച്ച് കഴിഞ്ഞാൽ 0 തന്നെയാണ് വരിക. ഇനി നമുക്ക് ഇതുപോലെ ഡോ സെഡ് ബൈ ഡോ വൈ ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്, മൈനസ് ഡോ എഫ് ബൈ ഡോ വൈ ഡിവൈഡഡ് ബൈ ഡോ എഫ് ബൈ ഡോ സെഡ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് എന്തെന്നാ കിട്ടിയിട്ടുള്ളത്, ഇ റേസ് ടു എക്സ് സെഡ് പ്ലസ് മൈനസ് ആണ്, ഇ റേസ് ടു എക്സ് സെഡ് മൈനസ് സെഡ് സൈൻ വൈ divided by 2z xy 2z plus xy e raised to xz plus cos y. നമുക്ക് ഡോ സെഡ് ബൈ ഡോ വൈ അറ്റ് 0 0 0 that is equal to minus of e raised to 0 minus ഇത് 0 ആയിട്ട് പോകും, divided by 0 plus 0 plus cos 0ന്റെ വാല്യൂ ഉള്ളതല്ലേ. അപ്പോൾ മൈനസ് ഇ റേസ് ടു 0 1 ഡിവൈഡഡ് ബൈ cos 0ന്റെ വാല്യൂ 1 which is equal to 1. ഓക്കെ, ഇംപ്ലിസിറ്റ് ചെയ്യാൻ മനസ്സിലായില്ലേ. If u is equal to x square into tan inverse y by x minus y square into tan inverse x by y, find dou square u by dou y dou x. അതായത് സെക്കൻഡ് ഓർഡർ ഡിഫറൻസിയേഷൻ ആണ് വരുന്നത്. നമുക്ക് ഇവിടെ u തന്നിട്ടുണ്ട്. u is equal to എന്താണ്, എക്സ് സ്ക്വയർ tan inverse of y by x minus y square into tan inverse of x by y ആണ് തന്നിട്ടുണ്ട്. ഇനി ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ ഡോ എക്സ് ആണ്. അപ്പൊ ആദ്യം എന്താ കണ്ടുപിടിക്കുക, ഡോ യു ബൈ ഡോ എക്സ് ആണ് നിങ്ങൾ ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത്. അതിന് പിന്നെ വിത്ത് റെസ്പെക്ട് വൈ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് എന്ത് കിട്ടുക, ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ ഡോ എക്സ് എന്ന് കിട്ടുക. ഓക്കെ, ഇതെന്താണ്, ഫസ്റ്റ് ടേം നോക്കിയൊക്കെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ അത് പ്രൊഡക്റ്റ് റൂൾ അല്ലേ വരുന്നത്. എന്താണ്, എക്സ് സ്ക്വയർ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് ടാൻ ഇൻവേഴ്സ് ഓഫ് വൈ ബൈ എക്സ് പ്ലസ് എന്തെന്ന് വരും, ടാൻ ഇൻവേഴ്സ് ഓഫ് വൈ ബൈ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ. ഇതെന്തുകൊണ്ട് എങ്ങനെ വരാൻ കാരണം, പ്രൊഡക്റ്റ് റൂള്, രണ്ട് എക്സിന്റെ ഫങ്ഷൻസ് തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട്. മൈനസ് ഇവിടെ നോക്കുമ്പോഴോ ഇത് വൈ സ്ക്വയർ ഇൻറ്റു ടാൻ ഇൻവേഴ്സ് എക്സ് വൈ ആണ്. അതുകൊണ്ട് തന്നെ ഇത് പ്രൊഡക്റ്റ് റൂൾ വരുന്നുണ്ടാ, ഇല്ല, കാരണം രണ്ടും എക്സിലുള്ള ഫങ്ഷൻ അല്ല ഇത്. നമുക്ക് ഇവിടെ എന്താണ്, മൈനസ് വൈ സ്ക്വയർ ഇൻറ്റു ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ബൈ വൈയുടെ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചാൽ പോരെ, ഡോ ബൈ ഡോ എക്സ് ഓഫ് ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ബൈ വൈ. ഇവിടെ നിങ്ങൾ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്താലും ആൻസർ തെറ്റൊന്നും വരില്ല, പക്ഷെ അതിന്റെ ആവശ്യമില്ല എന്ന് മാത്രമേ ഉള്ളൂ. എക്സ് സ്ക്വയർ ഇൻറ്റു ടാൻ ഇൻവേഴ്സ് ഓഫ് വൈ ബൈ എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, 1 ബൈ ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് 1 ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ആണ്. അതുപോലെ 1 ബൈ 1 പ്ലസ് ഇവിടെ എന്തെന്ന് വരും, വൈ ബൈ എക്സ് ഓൾ സ്ക്വയർ എന്ന് വരും. പിന്നെ ഞാൻ എന്ത് പറഞ്ഞിട്ടുണ്ട്, വൈ ബൈ എക്സിന്റെ ഡെറിവേറ്റീവ് കാണണം. ഓക്കെ, ഇവിടെ എന്തെന്ന് വരും, ഡോ ബൈ ഡോ എക്സ് ഓഫ് വൈ ബൈ എക്സ് പ്ലസ് ഇവിടെ ടാൻ ഇൻവേഴ്സ് ഓഫ് വൈ ബൈ എക്സ് ഇൻറ്റു എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x മൈനസ് വൈ സ്ക്വയർ ഇൻറ്റു ഇവിടെ എന്താണ്, 1 ബൈ 1 പ്ലസ് വൈ ബൈ എക്സ് ഓൾ സ്ക്വയർ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് വൈ ബൈ എക്സ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ, ഈ ടേമിനെ എനിക്ക്
മൾട്ടിപ്ലൈ ചെയ്തുകൂടെ, അതായത് ഇത് വൈ സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ ആണെങ്കിൽ ഇതിനെ എനിക്ക് ഇങ്ങനെ എഴുതാം, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുന്നതാണ്, ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ എന്ന് കിട്ടും ഇല്ലേ, ഇൻറ്റു വൈ ബൈ എക്സിന്റെ വിത്ത് റെസ്പെക്ട് എക്സ് ആണ് ഡെറിവേറ്റീവ്, അപ്പൊ വൈ ഇൻറ്റു 1/x എന്താണ് 1/x എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് റേസ് ടു -1 ഉണ്ട്, അതായത് -x⁻² എന്നാണ് കിട്ടുക. പ്ലസ് ഇതെന്താണ് 2x tan ഇൻവേഴ്സ് ഓഫ് y ബൈ എക്സ് മൈനസ് ഇത് y സ്ക്വയർ ബൈ ഇതേ സെയിം ടേം തന്നെ വരില്ലേ താഴെ, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ ഇൻറ്റു ഇവിടെ തന്നെ വരും y ഇൻറ്റു മൈനസ് x⁻² എന്ന് കിട്ടും. അപ്പൊ നമുക്ക് ഇവിടെ that is equal to നമ്മുടെ ഈ x⁻², ഇത് നോക്ക് അപ്പുറത്തെ കടം കിട്ടില്ല, that is equal to എക്സ് സ്ക്വയർ ഇൻറ്റു അത് മുകളിലേക്കല്ലേ വരും എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പിന്നെ മൈനസ് വൈ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ ആണ് ഇത് x⁻² എന്ന് പറയുന്നത്. ഓക്കെ, പ്ലസ് 2x ഇൻറ്റു tan ഇൻവേഴ്സ് ഓഫ് y ബൈ എക്സ് മൈനസ് എന്താണ് y³ അല്ലെ, y² ഇൻറ്റു y³ ഇൻറ്റു എക്സ് സ്ക്വയർ മോളിലേക്ക് വരും ആ താഴെയുള്ളത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു അവിടെ എന്തുണ്ട് മൈനസ് x⁻² എന്താണ് -1/x² ആണ്. this one get cancel, this one get cancel, ഇതൊന്ന് വരും മൈനസ് എക്സ് സ്ക്വയർ വൈ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2x ഇൻറ്റു tan ഇൻവേഴ്സ് ഓഫ് y ബൈ എക്സ് മൈനസ് പിന്നെ വീണ്ടും മൈനസ് വരുമ്പോൾ ഇതെന്താവും പ്ലസ് എന്ത് മൈനസ് എന്തോ ഓക്കെ അപ്പൊ പ്ലസ് y³ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ വരും. ഓക്കെ,